എല്ലാവർക്കും ബിപ്പീസ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്കപ്പഴം പൊരിയാണ് കേട്ടോ. നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കൂലേ, അതുപോലെ ചക്കപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് വരിക്ക ചക്കപ്പഴമാണ് കേട്ടോ. വരിക്ക ചക്കപ്പഴം ഇങ്ങനെ കൂടിയിരിക്കുന്നതൊക്കെയാണെങ്കിൽ ഒന്ന് മുറിച്ച് വിടർത്തിയെടുക്കുക. ഇനിയിപ്പോൾ അഥവാ കൂഴച്ചക്കപ്പഴം കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ ആ പഴം ആകണതിന് മുമ്പേ ഒന്ന് ഈ ചക്ക പുളിച്ച് വരണ ആ ഒരു പാകം ഉണ്ടല്ലോ, ഇതുപോലെ ഇരിക്കുന്ന ഒരു പാകം ആ സമയത്ത് എടുക്കുക. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ എടുക്കുകയാണ് കേട്ടോ. ഇനി മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, താല്പര്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുക. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് സത്യത്തിൽ നേരത്തെ മൈദയൊക്കെ എടുത്തില്ലേ, ആ സമയത്ത് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കേണ്ടതായിരുന്നു. ഞാൻ മറന്നു പോയായിരുന്നു ഇത് ചേർക്കാനായിട്ട്. ഈ അരിപ്പൊടി ചേർക്കുന്നത് കുറച്ചൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അതായത് നമ്മൾ സ്പൂണും കൊണ്ട് കോരി എടുക്കുമ്പം സ്പൂണിൽ നിന്ന് ഒഴുകി പോരാൻ പാടില്ല, കുറേശ്ശെ വിട്ടായിട്ട് ഇങ്ങ് പോരണം. എന്നാൽ സ്പൂണിൽ നിന്ന് വിട്ട് പോരാത്ത രീതിയിൽ ഭയങ്കര തിക്കായിട്ട് ഇരിക്കാനും പാടില്ല. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതേപോലെ. ഞാനൊരു പാനിൽ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പം ഈ ചക്കപ്പഴത്തിൻ്റെ ഓരോ പീസ് ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലല്ലേ ഉള്ളൊക്കെ ശരിക്കും വെന്ത് കിട്ടുള്ളൂ. തിരിച്ചു മറിച്ചു വിട്ട് മൊരിച്ചെടുക്കാം. 2 സൈഡ് നല്ലപോലെ മൊരിഞ്ഞു കഴിയുമ്പം വാങ്ങിയെടുത്തിട്ട് ബാക്കി വന്നിരിക്കുന്ന ചക്കപ്പഴം കൂടെ ഇതുപോലെ തന്നെ മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചക്ക പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചായക്ക് കൂട്ടാനും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര കൂടുതൽ ഇട്ടത് കൊണ്ട് കുറച്ച് മധുരമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മധുരം അധികം വേണ്ടാന്നുള്ളവർ പഞ്ചസാര തീരെ കുറവിട്ടാൽ മതി. അപ്പോൾ ഇപ്പോൾ ചക്കപ്പഴമൊക്കെ ഉള്ള സീസണല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.